തിരുവനന്തപുരം നന്ദൻകോട്ടെ ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകൻ. അവൻ ഒഡീഷയിലെ കൊടും കാടുകൾക്കുള്ളിൽ പടുത്തുയർത്തിയത് കോടികളുടെ ലഹരി സാമ്രാജ്യം. 2011 നവംബർ 2 അന്ന് തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ട കണ്ണാടി ഷാജി ബൈക്കിൽ വരുമ്പോൾ അയാളുടെ വീടിനടുത്ത് വെച്ച് എതിരാളികൾ ചവിട്ടി വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി. ആ കേസിൽ കുപ്രസിദ്ധ ഗുണ്ടകളോടൊപ്പം അലൻ ജയരാജ് എന്ന 19കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുറേ ദിവസം അവൻ ജയിലിൽ കിടന്നു. കോടതി പിന്നീട് അവനെ വെറുതെ വിട്ടു. നിരവധി കേസുകളിലെ പ്രതിയായ കണ്ണാടി ഷാജിയുമായി അടുപ്പമുണ്ടായിരുന്നു അലന്. ഷാജിയുടെ ഒളിത്താവളവും ചലനങ്ങളുമൊക്കെ മനസ്സിലാക്കാനായി എതിരാളികൾ അലനെ കൂട്ടുപിടിച്ചു. കണ്ണാടി ഷാജിയുടെ എതിരാളി സംഘമായ അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിന് ഷാജിയുടെ വിവരങ്ങൾ അലൻ ചോർത്തിക്കൊടുത്തു. അങ്ങനെയാണ് കണ്ണാടി ഷാജിയെ പിന്തുടർന്ന് എതിരാളികൾ അയാളെ വെട്ടിവീഴ്ത്തിയത്. കൂട്ടുപ്രതികളെ ശിക്ഷിച്ചെങ്കിലും അലനെ കോടതി വെറുതെ വിട്ടു. പോലീസിന്റെ പിടിയിലായ അലൻ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അവനെ കാത്തിരുന്നത് ഷാജിയുടെ കൂട്ടാളികളായിരുന്നു. അലനാണ് ഷാജിയുടെ വിവരങ്ങൾ എതിരാളികൾക്ക് ചോർത്തി കൊടുത്തത് എന്ന് ഇതിനകം ഷാജിയുടെ അനുയായികൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഷാജിയുടെ കൂട്ടാളികൾ അലനെ നോട്ടമിട്ടു. ഇക്കാര്യം മനസ്സിലാക്കിയ അലൻ തിരുവനന്തപുരം വിട്ടു. ജയിലിൽ വെച്ചുണ്ടാക്കിയ സൗഹൃദങ്ങൾ അവനെ മയക്കുമരുന്നിൻ്റെ ലോകത്തെത്തിച്ചു. ചെറിയ രീതിയിൽ കഞ്ചാവ് കച്ചവടം തുടങ്ങിയ അലൻ ശാസ്തമംഗലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ടാറ്റു സ്റ്റുഡിയോ തുടങ്ങി. ആ സ്റ്റുഡിയോയുടെ മറവിൽ മയക്കുമരുന്ന് ഇടപാട് നടത്തുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവിടെ ടാറ്റു ചെയ്യാനെത്തുന്ന വിദ്യാർത്ഥികളുമായും കൗമാരക്കാരുമായും സൗഹൃദം സ്ഥാപിക്കും. പിന്നീട് അവരെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കും. ഇതായിരുന്നു അലൻ്റെ തന്ത്രം. മയക്കുമരുന്ന് വിൽക്കുന്നതിനോടൊപ്പം അത് ഉപയോഗിക്കാനുള്ള സൗകര്യം അലൻ തൻ്റെ ടാറ്റു സ്റ്റുഡിയോയിൽ ചെയ്തു കൊടുത്തു. എന്നാൽ താമസിയാതെ ഈ വിവരം പോലീസിനും എക്സൈസിനും ചോർന്നു കിട്ടി. അതോടെ അവർ അലനെ നോട്ടമിട്ടു. അപകടം മനസ്സിലാക്കിയ അലൻ തലസ്ഥാനം വിട്ടു. ബംഗളൂരു വളക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ ലഹരി ഇടപാട് തുടങ്ങി. ഇതിനകം തന്നെ അവൻ ഈ മേഖലയിലുള്ള പലരുമായും അടുപ്പമുണ്ടാക്കി. ആ അടുപ്പം അവനെ കൊണ്ടെത്തിച്ചത് ആന്ധ്രയിലായിരുന്നു. ആന്ധ്രയിൽ ഒരു തോട്ടം തൊഴിലാളിയായി അവൻ തുടക്കമിട്ടു. പിന്നീട് കഞ്ചാവ് കൃഷി തുടങ്ങി. അതിനുശേഷം അലൻ ആന്ധ്ര ഒഡീഷ അതിർത്തിയിലെ നക്സൽ മേഖലയിലേക്ക് താവളം മാറ്റി. അവിടം സുരക്ഷിതമാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ആന്ധ്രയിൽ ഇരുന്നു കൊണ്ടുതന്നെ കേരളത്തിലെ മയക്കുമരുന്ന് ഇടപാടുകൾ നിയന്ത്രിക്കാൻ തക്ക വിധം അവൻ വളർന്നു. മയക്കുമരുന്ന് കടത്താനും അത് വിപണനം ചെയ്യാനുമൊക്കെ അവന് കൃത്യമായൊരു ശൃംഖലയുണ്ടായിരുന്നു. കുപ്രസിദ്ധമായ ഇടവക്കോട് കൊലക്കേസിലെ പ്രതിയായ പാറ അഭിലാഷായിരുന്നു അവൻ്റെ വലം കൈ. അഭിലാഷായിരുന്നു കേരളത്തിൽ കച്ചവടം നിയന്ത്രിച്ചിരുന്നത്. 2020 കോവിഡ് പിടിമുറുക്കിയപ്പോൾ ലോക്ക്ഡൗൺ നിലവിൽ വന്നു. ആ സമയത്ത് ചരക്കു വാഹനങ്ങളിൽ പരിശോധന കുറവായിരുന്നു. ഈ സാഹചര്യം മുതലാക്കിയ അലൻ അതിർത്തി കടന്നു വരുന്ന ചരക്ക് വാഹനങ്ങളിലൂടെ ടൺ കണക്കിന് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചു. വിദ്യാർത്ഥികളെന്ന വ്യാജേന കൗമാരക്കാരെ ഉപയോഗിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആഡംബര ബസ്സുകൾ വഴിയും അലൻ കഞ്ചാവ് കടത്തി. ഇതിനിടയിൽ അവൻ ബംഗളൂരുവിലും കൊടൈക്കനാലിലും റിസോർട്ടുകൾ വാടകയ്ക്കെടുത്ത ലഹരി പാർട്ടികൾക്ക് തുടക്കമിട്ടു. കേരളത്തിൽ തന്നെ ആദ്യമായി ലഹരി പാർട്ടി നടത്തിയത് അലനാണെന്നാണ് എക്സൈസ് പറയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെയും വമ്പൻ ബിസിനസ്സുകാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ മക്കൾ അവൻ്റെ ഇടപാടുകാരായി. ആ ഇടയ്ക്ക് തിരുവനന്തപുരം തച്ചോട്ടുകാവിലും ആക്കുളത്തും എക്സൈസ് നടത്തിയ റെയ്ഡിൽ കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചെടുത്തു. ആ അന്വേഷണത്തിൽ ഇതിൻ്റെ പിന്നിൽ അലനാണെന്ന് എക്സൈസ് തിരിച്ചറിഞ്ഞു. ഒഡീഷയിൽ അവൻ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കി. അലൻ ജയരാജ് അലൻ പൊന്നുവായി മാറി. ഇതിനിടയിൽ അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു. പക്ഷേ എതിരാളികളെയും പോലീസിനെയും ഭയന്ന് അവൻ മരണത്തിനെത്തിയില്ല. അമ്മയെ കാണാനും അവൻ വരാറില്ല. അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ അവരെ ബാംഗ്ലൂരുവിലേക്ക് വരുത്തി അവിടെ വെച്ചാണ് കണ്ടിരുന്നത്. അവൻ തിരുവനന്തപുരത്തെത്തിയാൽ പോലും അത് അതീവ രഹസ്യമായിട്ടായിരിക്കും. അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അവൻ വരുന്ന വിവരം അറിയില്ലായിരുന്നു. പാതിരാത്രി ഏതെങ്കിലും ഒരു നേരത്ത് വാതിലിൽ മുട്ടുമ്പോഴായിരുന്നു അലൻ വന്നിട്ടുള്ള കാര്യം കൂട്ടുകാരറിയുന്നത്. കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നത് എക്സൈസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ അന്വേഷണം വ്യാപിപ്പിച്ചു. ആ അന്വേഷണം ചെന്നുകൊണ്ടെത്തിച്ചത് അലൻ പൊന്നുവിലേക്കായിരുന്നു. പോലീസിൻ്റെ നീക്കങ്ങൾ അലൻ അറിഞ്ഞിരുന്നത് അവൻ്റെ അടുത്ത ബന്ധുവിന് പോലീസിലുള്ള സ്വാധീനം കൊണ്ടാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പോലീസിൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നതുകൊണ്ട് അവനെ പിടികൂടാനും കഴിഞ്ഞില്ല. കേരളത്തിലെ ജയിലുകളിലേക്ക് പോലും അലൻ കഞ്ചാവ് കടത്തി. ഇത് പോലീസിനും എക്സൈസിനും വലിയ നാണക്കേടായി. ഓരോ ദിവസവും അലൻ്റെ സാമ്രാജ്യം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ ഒഡീഷയിലെ കൊറാപ്പുട്ടിലെ ജിലാപുട്ട് റിസർവോയറിന് ഉള്ളിലുള്ള ഒരു ദ്വീപിൽ ഹാഷിഷ് ഓയിൽ നിർമ്മാണശാല സ്ഥാപിച്ചു. വനത്തിനുള്ളിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ കഞ്ചാവ് വാറ്റി ഹാഷിഷ് ഓയിലാക്കി.
അത് വിപണനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. അന്താരാഷ്ട്ര വിപണിയിൽ ശതകോടികൾ കൊയ്യാൻ കഴിയുന്ന ബിസിനസ്. ഹാഷിഷ് ഓയിൽ ഇടപാടിലൂടെ അലൻ അന്താരാഷ്ട്ര ലഹരിക്കടത്തുകാരുമായി ബന്ധമുണ്ടാക്കി. തുറമുഖങ്ങളിലൂടെ കപ്പലുകൾ വഴി ഇയാൾ മയക്കുമരുന്ന് കടത്തി. തിരുവനന്തപുരത്ത് പേരൂരിലും പേയാടും അലൻ വീടുകൾ വാങ്ങി. തിരുവനന്തപുരത്തുള്ള 20ഓളം യുവാക്കൾ അലന്റെ സംഘത്തിലുണ്ടെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന സൂചന. ഏറെക്കാലമായി അലന്റെ പിന്നാലെയുണ്ടായിരുന്ന ഒഡീഷ പോലീസ് ആന്ധ്ര വനമേഖലയിൽ നിന്ന് പരിചരണപാത വനമേഖലയിലേക്ക് ലഹരിമരുന്നു സംഘം മാറിയെന്ന് ആദിവാസികളിൽ നിന്ന് മനസ്സിലാക്കിയ ഒഡീഷ പോലീസ് ജാഗരൂകരായി. അലനും സംഘവും തമ്പടിച്ചിരുന്ന കൊടും വനത്തിനുള്ളിലെ ദ്വീപ് ബോട്ടുകളിൽ പോലീസ് വളഞ്ഞു. അവിടെയായിരുന്നു അലൻ സിൻഡിക്കേറ്റിന്റെ ഹെറോയിൻ ലാബ്. പോലീസ് വളഞ്ഞെന്ന് മനസ്സിലാക്കിയ അലനും സംഘവും കൊടും കാട്ടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു. അലന്റെ ഹെറോയിൻ ലാബ് പരിശോധിച്ച പോലീസ് സംഘം ഞെട്ടി. അവിടെ കന്നാസുകളിൽ 2000ഓളം ലിറ്റർ ഹെറോയിൻ നിറച്ചു വച്ചിരിക്കുന്നു. 1000 കിലോയിലധികം ഉണങ്ങിയ കഞ്ചാവ്, ഏകദേശം 300 കോടിയുടെ വസ്തുക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 28 kV ഹോണ്ട ജനറേറ്റർ കൊണ്ടായിരുന്നു ലാബിൻ്റെ പ്രവർത്തനം. ഇൻഡക്ഷൻ കുക്കറും പ്രഷർ കുക്കറും ഉപയോഗിച്ചായിരുന്നു ഹെറോയിൻ കഞ്ചാവിൽ നിന്ന് വേർതിരിച്ചെടുത്തിരുന്നത്. അവിടെ നിന്ന് അലന്റെ സംഘത്തിൽപ്പെട്ട ലക്ഷ്മൺ ഖിലയെ പിടികൂടി. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് പോലീസും കമാൻഡോകളും വനത്തിനുള്ളിലേക്ക് കടന്നു. 30 മണിക്കൂർ നീണ്ട തിരച്ചിൽ. ഒടുവിൽ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ അലനും സംഘവും പിടിയിലായി. ഇക്കൂട്ടത്തിൽ തിരുവനന്തപുരം സ്വദേശികളായ കിരൺ, ആനന്ദരാജ്, ബിത്തു എന്നിവരുമുണ്ടായിരുന്നു. ആന്ധ്രയിൽ അലൻ പ്രവർത്തിച്ചിരുന്നത് നക്സലേറ്റുകളുടെ സഹായത്തോടെയായിരുന്നു. എന്നാൽ ഇവരിൽ കുറേ പേർ പോലീസിൽ കീഴടങ്ങിയപ്പോൾ അലന്റെ ശക്തി ക്ഷയിച്ചു. ഇതോടെയായിരുന്നു ഒഡീഷയിലേക്കുള്ള ചുവടുമാറ്റം. അതീവ രഹസ്യമായിട്ടുള്ള ആശയവിനിമയ സംവിധാനമായിരുന്നു അലൻ്റേത്. ഒരു വലിയ സംഘമായി വളർന്നതിൽ പിന്നെ അവൻ വനത്തിന് പുറത്തിറങ്ങിയിരുന്നില്ല. ഉൾവനത്തിലായിരുന്നു താവളം. വല്ലപ്പോഴും ബംഗളൂരുവിലേക്ക് വരും, അതും വളരെ രഹസ്യമായി. അതുകൊണ്ട് തന്നെ അവനെ പിടികൂടാൻ പോലീസിനോ എക്സൈസിനോ കഴിഞ്ഞിരുന്നില്ല. കേരളത്തിൽ പിടികൂടിയിട്ടുള്ള 100 കിലോയിലധികം വരുന്ന കഞ്ചാവ് കേസുകളിലെല്ലാം അലന് പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒഡീഷ പോലീസിൻ്റെ പിടിയിലായതിനു ശേഷം അവിടെ നിന്ന് ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം അലനെക്കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലെത്തിയപ്പോഴാണ് അവൻ പിടിയിലായ വിവരം കേരള പോലീസും അറിയുന്നത്. പക്ഷേ ലഹരി കേസിനേക്കാൾ ഗുരുതരമായ മറ്റെന്തൊക്കെയോ കേസുകളിൽ അലന് പങ്കുണ്ടെന്നും അതിൻ്റെയൊക്കെ അന്വേഷണം നടക്കുന്നതിനാൽ ഒഡീഷ പോലീസ് കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന് കൈമാറിയിട്ടില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഒഡീഷയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയായിരുന്നു അത്. 33 വയസ്സിനുള്ളിൽ കോടികളുടെ ലഹരി മരുന്നു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ അലൻ തടവറയ്ക്കുള്ളിലായതോടെ കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിന് കുറവുണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ. അലൻ പിടിയിലായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര ലഹരി മരുന്ന് ഡോണായി അവൻ മാറുമായിരുന്നു.